ഹായ് മക്കളെ, വെൽക്കം ടു എജുപോട്ട്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് +2 നിങ്ങൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോകരുത്. വളരെ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട മെയിൻ ടോപ്പിക്കുകൾ +2 കെമിസ്ട്രിയിൽ ഏതാണ് എന്നുള്ളത് സാർ ഈ ഒരൊറ്റ വീഡിയോയിൽ പറഞ്ഞുതരാം. നിങ്ങൾ ഇനി ഒന്നും പഠിക്കാത്ത ആളായിക്കോട്ടെ, ഒരുപാട് ആളുകൾ ചോദിക്കുന്നൊരു ഡൗട്ടാണ്, സാറേ ഇനി എന്ത് പഠിക്കണം, ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞാൻ ഈ പറയുന്ന ടോപ്പിക്കുകൾ നിർബന്ധമായിട്ടും പഠിക്കണം. എല്ലാ ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഞാൻ പറയും മക്കളെ, ഒരുപാട് ക്ലാസ്സുകളിൽ സാർ ഈ ടോപ്പിക്കൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ ടോപ്പിക്കുകൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, പഠിച്ചു വെക്കണം. ഒന്നാമത്തെ ചാപ്റ്ററാണ് സൊല്യൂഷൻ. അതിൽ നിങ്ങൾ മൊളാരിറ്റി എന്നിവയുടെ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. 2 ഹെൻറീസ് ലോ, റൗൾസ് ലോ. ആ 2 ലോയും സ്റ്റേറ്റ് ചെയ്യാനാണ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറ്. ആ ലോയുടെ ഡെഫിനിഷൻ നിർബന്ധമായിട്ടും പഠിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും. എന്താ ഐഡിയൽ സൊല്യൂഷന്? റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഐഡിയൽ സൊല്യൂഷൻ. റൗൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷനാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. അസിയോട്രോപ്പുകൾ 2 ടൈപ്പ് ഉണ്ട്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഉണ്ട്, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഉണ്ട്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓസ്മോട്ടിക് പ്രഷറാണ്. പൈ ഈസ് ഈക്വൽ ടു CRT എന്നുള്ള ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലംസ് ആണ് കൂടുതലും കണ്ടിട്ടുള്ളത്. എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഒക്കെ പഠിക്കണം, പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഓസ്മോട്ടിക് പ്രഷറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നിങ്ങൾ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചു വെക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രോ കെമിസ്ട്രി. ഇലക്ട്രോ കെമിസ്ട്രിയിൽ എപ്പോഴും ചോദിക്കുക ഡാനിയൽ സെല്ല. ഡാനിയൽ സെല്ലിൻ്റെ റിയാക്ഷൻ Zn + Cu2+ ഗീവ്സ് Zn2++ Cu എന്ന് പറയുന്ന ആ റിയാക്ഷൻ ഉണ്ടല്ലോ ഡാനിയൽ സെല്ലിൻ്റെ, അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അടുത്തത് നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ. അരശി സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡാ. ആ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് വരക്കാനും അതിൻ്റെ റിയാക്ഷൻസും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇനി മൊളാർ കണ്ടക്ടിവിറ്റി λm, അതിൻ്റെ ഒരു പ്രോബ്ലം ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കോൾഡ്രാഷസ് ലോയും ഫാരഡേസ് ഫസ്റ്റ് ലോയും ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കോൾഡ്രാഷസ് ലോയും അതുപോലെ തന്നെ ഫാരഡേസ് ലോയും. രണ്ടും മറക്കരുത്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എപ്പോഴും ചോദിക്കുന്നതാണ് ബാറ്ററിയിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു സെല്ലെന്ന് പറയുന്നത് H2O2 ഫ്യൂവൽ സെല്ലാണ്. ബാറ്ററി എന്നുള്ള ടോപ്പിക്കിൽ നിങ്ങൾ പഠിക്കേണ്ട സെല്ല് ഏത് ഫ്യൂവൽ സെല്ലാ? അത് H2O2 ഫ്യൂവൽ സെല്ലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ മക്കൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കെമിക്കൽ കൈനറ്റിക്സ്. വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. റേറ്റ് ലോ എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസും അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. അറീനിയസ് ഇക്വേഷനും സ്യൂഡോ ഓർഡർ റിയാക്ഷനും. ഈ ഓർഡറും മോളിക്കുലാരിറ്റിയും പറയുമ്പോൾ ഇതിൽ ഹാഫ് ലൈഫും അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും പഠിക്കണം. ഹാഫ് ലൈഫും പിന്നെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും നിർബന്ധമായിട്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. എവിടെ? നിങ്ങളുടെ ഓർഡറും മോളിക്കുലാരിറ്റിയും പറയുന്ന കേസിൽ. ഓക്കെ, ഇനി 4ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്കറിയാവുന്ന ഒരു ചാപ്റ്ററാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്, പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഫുള്ള് തിയറിയാണ്. അതാണ് D&F ബ്ലോക്ക് എലമെൻറ്റ്സ്. ആ D&F ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നിർബന്ധമായിട്ടും നോക്കണം. അതേപോലെ തന്നെ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കറിയാം. കളേർഡ് കോമ്പൗണ്ട് ഉണ്ടാക്കാൻ പറ്റും D ബ്ലോക്ക് എലമെൻസിന്. അങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കി വെക്കുക. പിന്നെ K2Cr2O7 KMnO4ൻ്റെയും പ്രിപ്പറേഷൻ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. K2Cr2O7ൻ്റെയും KMnO4ൻ്റെയും പ്രിപ്പറേഷൻ മക്കളെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇനി ലാന്തനോയിഡ് കോൺട്രാക്ഷൻ, മിഷ് മെറ്റലൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഒക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. ലാന്തനൈഡ് സീരീസ് എടുക്കുമ്പോൾ അതിൽ സൈസ് കുറയുന്നു, എന്തുകൊണ്ട്? ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ആണ് എന്നൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യമാണ്. മിഷ് മെറ്റലും പരീക്ഷയ്ക്ക് മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിഷ് മെറ്റലും എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, യെസ്. ഇനി നോക്കടാ,
കോർഡിനേഷൻ കോമ്പൗണ്ട് വലിയ ചാപ്റ്ററാണ്, പക്ഷേ നിങ്ങൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകളുണ്ട്. അതൊരിക്കലും മാറിപ്പോകരുത്, മറന്നു കളയരുത്. ഒന്ന്, ടൈപ്സ് ഓഫ് ലിഗാൻഡ്. മോണോഡെൻഡേറ്റ്, ബൈഡെൻഡേറ്റ്, പോളിഡെൻഡേറ്റ് ലിഗാൻഡുകളൊക്കെ ഉണ്ട്. ആംബിഡെൻഡേറ്റ്, അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. നോമൻക്ലേച്ചർ അറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ എല്ലാ ക്ലാസ്സിലും എടുക്കുന്ന കാര്യമാണ്. കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ നെയിമിങ് അല്ലെങ്കിൽ നോമൻക്ലേച്ചർ പഠിക്കണം. ഐസോമറിസത്തിൽ സ്ട്രക്ചറൽ ഐസോമറിസവും ഉണ്ട്, ജിയോമെട്രിക്കൽ ഐസോമറിസവും ഉണ്ട്. അതിൽ സ്ട്രക്ചറൽ ഐസോമറിസം എല്ലാ സമയത്തും ചോദിക്കുന്ന ഒരു ഏരിയയാണ്. വെർണേഴ്സ് തിയറി അത് പ്രൈമറി സെക്കൻഡറി വാലൻസികളൊക്കെ വെച്ചിട്ടാണെന്ന് ഓർത്ത് വെച്ചാൽ അത് നല്ലതാണ്. ഓക്കെ, പിന്നെ വാലൻസ് ബോണ്ട് തിയറിയും ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയും. ഇതിൽ 2 സ്പ്ലിറ്റിംഗാണ് പഠിക്കാനുള്ളത്. ഒക്ടാഹിഡ്രൽ കോംപ്ലക്സിൻ്റെ സ്പ്ലിറ്റിങ്ങും അതുപോലെ തന്നെ ടെട്രാഹിഡ്രൽ കോംപ്ലക്സിൻ്റെ സ്പ്ലിറ്റിങ്ങും. മറക്കരുത്, ഒക്ടാഹിഡ്രൽ കോംപ്ലക്സിൻ്റെ സ്പ്ലിറ്റിങ്ങും ടെട്രാഹിഡ്രൽ കോംപ്ലക്സിൻ്റെ സ്പ്ലിറ്റിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അരീൻസ് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അതിൽ കുറേ റിയാക്ഷൻസ് ഉണ്ടടാ, ലൈവിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ പഠിക്കണം, സ്വാഡ്സ് റിയാക്ഷൻ പഠിക്കണം, വുഡ്സ് റിയാക്ഷൻ. ഇത് 3 ഒരുമിച്ചാണ്. വുഡ്സ് റിയാക്ഷൻ, ഫിറ്റിഗ് റിയാക്ഷൻ, വുഡ്സ് ഫിറ്റിഗ് റിയാക്ഷൻ. പിന്നെ നിങ്ങൾ എപ്പോഴും പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡോവ്സ് പ്രോസസ്സ് എന്താണെന്നൊന്ന് പഠിച്ചു വെക്കണം. സാൻമയേഴ്സ് റിയാക്ഷൻ, സാൻമയേഴ്സ് റിയാക്ഷൻ, ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. സാൻമയേഴ്സ് റിയാക്ഷൻ ഒക്കെ അമീൻസിലൊക്കെ ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അരീൻസിൽ പഠിക്കേണ്ടത്. ഇനി ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതേഴ്സ്, ഇതും വലിയ ചാപ്റ്ററാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴും പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന, ഒന്നും അറിയാത്ത ആളുകൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ക്യുമീൻ പ്രോസസ്സ്, ഫിനോൾ ഉണ്ടാക്കുന്ന മെത്തേഡ്, കോൾബ്സ് റിയാക്ഷനും റീമർ ടീമൻ റിയാക്ഷനും. ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കോൾബ്സ് റിയാക്ഷനും റീമർ ടീമൻ റിയാക്ഷനും. പിന്നെ വില്യംസൺ ഈതർ സിന്തസിസ്, ഈതർ ഉണ്ടാക്കുന്ന ഒരു പ്രിപ്പറേഷൻ മെത്തേഡാണ് വില്യംസൺ ഈതർ സിന്തസിസ്. അതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈതറിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ലൂക്കാസ് ടെസ്റ്റ്, എന്തിനാണ് ലൂക്കാസ് ടെസ്റ്റ്? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോളുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ലൂക്കാസ് ടെസ്റ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനേഷൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി അടുത്താണ് ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ്. വലിയ ചാപ്റ്ററാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. റോസൻമൻസ് റിഡക്ഷൻ, സ്റ്റീഫൻ റിഡക്ഷൻ, എറ്റാർഡ് റിയാക്ഷൻ, ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ, ക്ലെമൻസൺ റിഡക്ഷൻ, വോൾഫ് കിഷ്ണർ റിഡക്ഷൻ, ആൾഡോൾ കണ്ടൻസേഷൻ, ഹാലോഫോം റിയാക്ഷൻ, കാനിസാരോ റിയാക്ഷൻ, ടൊളൻസ് ടെസ്റ്റ്, ഫെലിങ്സ് ടെസ്റ്റ്, HVZ, ഹെൽവൊളാഡ് സെലിൻസ്കി റിയാക്ഷൻ. ഈ ടെസ്റ്റുകളും ഈ റിയാക്ഷനുകളൊക്കെ നമ്മൾ ഓൾറെഡി എല്ലാ ലൈവുകളിലും മാരത്തോണിലൊക്കെ പറഞ്ഞതാണ്. സ്കിപ്പ് അടിക്കരുത്, ഈ ടോപ്പിക്ക് പഠിച്ചിരിക്കണം. ഡബിൾ പാസ് വേണ്ട ആളുകൾ ഉണ്ടാവാം, ജയിക്കേണ്ട ആളുകൾ ഉണ്ടാവാം, അവരൊക്കെ പഠിക്കേണ്ട ടോപ്പിക്കാണ് മക്കളെ. ഇതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് അമീൻസ്, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം. ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്, ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ, കാർബൈലമൈൻ റിയാക്ഷൻ, ഹിൻസ്ബർഗ് ടെസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ മാത്രം അവിടെ പഠിച്ചാൽ മതി, കുറേ ഒന്നും പഠിക്കേണ്ട. അമീൻസ് വളരെ ചെറിയ ചാപ്റ്ററാണ്. ഞാൻ ഈ പറയുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എവിടെ പഠിച്ചാൽ മതി? അമീൻസിൽ പഠിച്ചാൽ മതി. ഓക്കെ, ബയോമോളിക്യൂൾസും അങ്ങനെ തന്നെ പക്ക തിയറിയാണ്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗ്ലൂക്കോസ് ആണ്. അപ്പം ഇനി ഫ്രക്ടോസ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾ നിർബന്ധമായിട്ടും ആരെ പഠിക്കണം? ഗ്ലൂക്കോസ് പഠിക്കണം. ഡൈസാക്രൈഡിൽപ്പെട്ട സുക്രോസ്, മാൾട്ടോസ്, ലാക്ടോസിൻ്റെ ചെറിയ കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ എങ്ങനെയാണ്, അതിൽ ആരൊക്കെയുള്ളത്, മോണോസാക്രൈഡ് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. അമിനോ ആസിഡിൽ പ്രോട്ടീനാണ് പഠിക്കേണ്ടത്. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൻഡ് ക്വാട്ടർണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വൈറ്റമിൻസ് കുറഞ്ഞാലുള്ള ഡിസീസ്, ഡെഫിഷ്യൻസി ഡിസീസുകൾ മാത്രം എവിടെ പഠിച്ചാൽ മതി? വൈറ്റമിൻസിൽ പഠിച്ചാൽ മതി. പിന്നെ DNA-യും RNA-യും രണ്ടും ന്യൂക്ലിക് ആസിഡിൽ പെട്ടൊരു ടോപ്പിക്കാണ്. DNA-യും RNA-യും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. DNA-യും RNA-യും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എക്സാമിന് ചോദിക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ സാർ ഇപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു പോകുന്നത്, എന്താ നമുക്ക് കാര്യം? എടാ, നിങ്ങൾക്ക് എന്തിനാ അത് പറഞ്ഞു തരുന്നത്? ഈ ടോപ്പിക്കുകൾ പഠിക്കണം. കുറേ കുട്ടികൾ മെസ്സേജ് ചെയ്യുന്ന കാര്യം എന്താ, സാർ എന്താ പഠിക്കുക? ഇതാണ് പഠിക്കേണ്ടത്, മിനിമം ഇതെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് മിനിമം അല്ല, ഇത് പഠിച്ചാൽ തന്നെ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഡബിൾ പാസ്സൊക്കെ ഈസി ആയിട്ട് കിട്ടും. അപ്പം നിങ്ങൾ ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന
ടോപ്പിക്കുകൾ സ്കിപ്പ് ചെയ്യാതെ അടിപൊളിയായിട്ട് നോട്ടിൽ പഠിച്ചു വെക്കണം. നിങ്ങൾ ഇനി പറയാൻ പോണ കാര്യതാ, ഇത് സാറേ ഫുൾ ചാപ്റ്റർ ഉണ്ടോ? ഫുൾ ചാപ്റ്റർ ഒന്നും ഇല്ലടാ, ഉള്ളതാ, നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമായി പറയണത്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. സെറ്റായിട്ട് പഠിച്ചോ, നോട്ട് എഴുതി ഈ ടോപ്പിക്കുകളായിട്ട് തന്നെ പഠിച്ചോ. എല്ലാ കാര്യങ്ങളും ഓൾറെഡി തന്നിട്ടുണ്ട്, അത് നിങ്ങൾ സെറ്റാക്കി പഠിച്ചു വെക്കുക.